മോഹൻലാലിന്റെ താടി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രശ്നമായിരിക്കുകയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ കരസേനയുടെ ആദരം ഏറ്റുവാങ്ങാൻ സൈനിക യൂണിഫോമിലെത്തിയ മോഹൻലാലിനെതിരെയാണ് വിമർശനമുയർന്നിരിക്കുന്നത്. സൈനിക വേഷം ധരിക്കുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ മോഹൻലാൽ പാലിച്ചില്ലെന്ന് സൂചിപ്പിച്ചാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഉപദേശം നൽകണമെന്ന ആവശ്യവുമായി നാവികസേന മുൻ മേധാവി റിട്ടയർഡ് അഡ്മിറൽ അരുൺ പ്രകാശ് രംഗത്തെത്തി. മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആദരിക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു വിമർശനം. ഇന്ത്യൻ രാഷ്ട്രപതി സായുധ സേനകളിൽ ഓണററി റാങ്ക് നൽകി ആദരിച്ച വിശിഷ്ട പൗരന്മാർ സൈനിക പദവിയും യൂണിഫോമും ധരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് സേനാ ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ ഉപദേശം നൽകണമെന്നായിരുന്നു അഡ്മിറൽ അരുൺ പ്രകാശിന്റെ പോസ്റ്റ്. ആദരം ഏറ്റുവാങ്ങുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് റീട്വീറ്റ് ചെയ്തായിരുന്നു വിമർശനം. അഡ്മിറൽ അരുൺ പ്രകാശിനെ അനുകൂലിച്ച് എയർ വൈസ് മാർഷൽ സഞ്ജയ് ഭട്നാഗർ, വൈസ് അഡ്മിറൽ ശേഖർ സിൻഹ, ക്യാപ്റ്റൻ സൈബർ ഘോഷ് എന്നിവരും രംഗത്തെത്തി. താടി വെച്ച് യൂണിഫോമിൽ എത്തിയതാണ് വിമർശനത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സൈനിക യൂണിഫോം ധരിക്കുമ്പോൾ താടി വടിച്ചിരിക്കണമെന്നാണ് ചട്ടം. സിഖ് വിഭാഗക്കാർക്ക് മാത്രമാണ് താടി വെക്കുന്നതിൽ ഇളവുള്ളത്. വേഷത്തിനു പുറമെ മോഹൻലാലിന് നൽകിയ ആദരത്തിലും വിമർശനമുണ്ട്. ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാലിന് ആർമിയുടെ കമന്റേഷൻ കാർഡ് കരസേനാ മേധാവി സമ്മാനിച്ചിരുന്നു. ഈ ആദരത്തിനായി മുഴുവൻ സമയ സൈനികർ ചോരയും നീരും കൊടുക്കേണ്ടി വരുന്നിടത്ത് മോഹൻലാലിന് എങ്ങനെയാണ് സൗജന്യമായി കൊടുക്കുന്നതെന്ന് വിംഗ് കമാൻഡർ മുഹമ്മദ് മുജീബും ചോദിച്ചിരുന്നു.